കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വിജ്ഞാപനമിറക്കുന്നത് സംബന്ധിച്ച അവ്യക്തത തുടരുന്നത് കേരള കോൺഗ്രസ് എമ്മിലെ പ്രശ്നങ്ങൾ കൂടുതൽ കലുഷമാക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗത്തിൽ നിന്ന് പി.ജെ. ജോസഫ് വിട്ടുനിന്നത് അനാരോഗ്യം മൂലം എന്നായിരുന്നു മാണിയുടെ വിശദീകരണം. എന്നാൽ തനിക്ക് പ്രതിഷേധമുണ്ടെന്ന കാര്യം മിനിറ്റുകൾക്കകം പി.ജെ. ജോസഫ് പറഞ്ഞു. ഇടുക്കി സീറ്റ് സംബന്ധിച്ച് കെ.എം. മാണി വാശി കുറച്ചതോടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉയർത്തി നിലപാട് കർക്കശമാക്കാനുള്ള ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനമാണ് ഇതിലൂടെ വ്യക്തമാക്കിയത്. കെ.എം. മാണിയുടെ ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കേരള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം കോട്ടയത്തുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ഔദ്യോഗിക ചർച്ചകൾ പലതും നടക്കുന്നതായാണ് സൂചന. എന്നാൽ വിട്ടുവീഴ്ചയില്ലെന്ന പ്രഖ്യാപനവുമായി ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാവ് ആന്റണി രാജു തന്നെ രംഗത്ത് വന്നു. കസ്തൂരിരംഗൻ വിഷയത്തിൽ മലയോര ജനതയെ തൃപ്തിപ്പെടുത്തുന്ന നിയമസാധുതയുള്ള വിജ്ഞാപനം സമയബന്ധിതമായി പുറത്തിറങ്ങുന്നില്ലെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉള്ള പ്രവർത്തകരുടെ എണ്ണം കേരള കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമാവുകയാണ്. നാളെ ഉച്ചയ്ക്ക് ശേഷം പാർട്ടി ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതാധികാര സമിതിയിൽ ഒരു സമവായത്തിലെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ ഇടതുമുന്നണിയുടെ നീക്കങ്ങൾ ജോസഫ് വിഭാഗം കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്നുവെന്നാണ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ അത്തരമൊരു നീക്കത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മാണി വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. കസ്തൂരിരംഗൻ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കണമെന്ന സമ്മർദ്ദം കേന്ദ്ര സർക്കാരിലും ഉണ്ടായിട്ടുണ്ട്. യു ഷൈജു, മീഡിയ 1.